പ്രതികരണങ്ങളിൽ. ആനയും കടുവായും എല്ലാ പുലി വന്നുള്ള പട്ടിയെല്ലാം കൊണ്ടുപോവുക. പുലിയുടെ ഭയങ്കര ശല്യമാണ് ഇവിടെ. പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി അപ്പോൾ പ്രജിന് വലിയ ആശ്വാസത്തിന്റെ മണിക്കൂറുകൾ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ. അത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചത് യും പുലിയൊക്കെയുള്ള സ്ഥലത്താണ്. അവിടെ നിന്നാണ് കടുവയെ പിടികൂടിയത്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ വലിയ ആശ്വാസത്തിന്റെ മണിക്കൂറിലാണ്. ഏതാണ്ട് കടുവ കിണറ്റിൽ വീണ് 12 മണിക്കൂറിലേക്ക് ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രമകരമായൊരു ദൗത്യമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ശ്രമകരമെന്ന് പറയാൻ കാരണം ഇത് സാധാരണഗതിയിൽ ഉള്ളൊരു സ്ഥലത്തല്ല. കിണറ്റിൽ വീണ വന്യമൃഗങ്ങളെ പുറത്തെത്തിക്കുക, അതും മയക്കുവെടി വയ്ക്കാതെ എത്തിക്കുക, പരിക്കുകളില്ലാതെ എത്തിക്കുക എന്നത് ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ്. മുമ്പ് തിരുവനന്തപുരം വെള്ളനാട് കരടി ഇതുപോലെ കിണറ്റിൽ വീണ സമയത്ത് പുറത്തേക്ക് എടുക്കുന്ന സമയത്താണ് കരടി ചത്തുപോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ ചിറ്റാറിലെ കടുവയെ പുറത്തെടുത്തിരിക്കുന്നത്. വലയിൽ കുടുങ്ങിയ ശേഷം പിന്നീട് ഒരു തവണ മയക്കുവെടി വെച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് ഈ പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി ലഭിക്കുന്നുണ്ട്. ഷിജോയിലേക്ക്. ഷിജോ, തുടരാം. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വരാൻ വരുന്നതേ ഉള്ളൂ. അവർ ചില ആളുകൾ ഇതിൽ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ കാത്തുന്ന കുറേയധികം സ്ത്രീകളുണ്ട്. ചേച്ചി, സന്തോഷമായോ? സന്തോഷമായി. എല്ലാം സന്തോഷമായിട്ടില്ല, ഞങ്ങൾക്ക് പേടിയാ, വീണ്ടും പേടിയാ. സന്തോഷമൊന്നും ആയിട്ടില്ല, പേടി തന്നെയാ. എന്താ പറയാനുള്ളത് ഇപ്പോ? ഞങ്ങളുടെ ഈ ഭാഗത്ത് ഒരാഴ്ച മുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തരൊക്കെ കാണുന്ന എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാ, നാട്ടുകാർക്ക് മൊത്തം പേടിയാ. പിന്നെ ഇതിങ്ങനെ ഇതാന്ന് അറിയുന്നില്ല. വേറെ എന്തെങ്കിലും മൃഗം ഇവിടെ എല്ലാം മുഴുവൻ ഇവിടെ ആനശല്യോ, ഭയങ്കര ആനശല്യവാ. ഞങ്ങൾക്ക് ആന കൊണ്ട് കിടക്കണ്ടായി. മിനിഞ്ഞാന്ന് ഇന്നലെ എല്ലാം 2-3 ആന വീതം വരുന്നത്. കടുവ കണ്ടോ ഇപ്പോ? അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് പറയാനാ ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. നമുക്കും പറയാം. എന്തായാലും കടുവ കണ്ടോ ഇപ്പോ? സന്തോഷമായി. കടുവ കണ്ടോ? സമാധാനമായോ? സമാധാനമായി. പറഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ സാഹചര്യം എന്താ? ഈ പ്രദേശത്ത് എപ്പോഴും വന്യമൃഗങ്ങളുണ്ട്. ആനയും കടുവയും പുലിയും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ കടുവ വീണപ്പോൾ താഴെ ആനക്കൂട്ടങ്ങളാണ്. താഴെ ഇവിടുന്ന് കുറച്ച് പേര് പോയി അവരെ ഓടിച്ചു. അങ്ങനെ എല്ലാ മൃഗങ്ങളും ശല്യങ്ങളുള്ള നാടായി മൺപിലാവിലൂന്ന് പറക്കാര്. വന്യമൃഗങ്ങളുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ? ഞങ്ങൾ വന്യമൃഗങ്ങൾ പേടിച്ച് തന്നെയാണ് ഓരോ ദിവസം നേരം വെളുത്ത് എണ്ണിട്ട് വരുന്നത്. എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ. നമ്മൾ മാറിപ്പോണോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളും പിടിക്കണം, അതാണ് അവസ്ഥ. അതേ തന്നെ അവസ്ഥ നമ്മളെ ഇപ്പൊ. ആ പാവം പിടിച്ച അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ആ പൈപ്പ് എല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കണം. അവർ വയ്യാത്തവരാ. അവർ കുടിവെള്ളം ഇല്ലാതായി പോയി. അത് ശരിയാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യണം. നശിപ്പിച്ചുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രജ എന്തായാലും ആളുകളൊക്കെ വലിയ ആശ്വാസത്തിന്റെ മണിക്കൂറിലാണ്. അങ്ങനെ രാവിലെ പുലർച്ചയോടുകൂടി കിണറ്റിൽ അകപ്പെട്ട കടുവ എന്തായാലും വനവകുപ്പിന്റെ വലയിലായി. അതിനെ ഇപ്പോൾ കൂട്ടിലാക്കി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ശരി, ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ചിറ്റൂരുകാർക്ക് ഇപ്പോൾ ആശ്വാസമായിരിക്കുന്നു. കിണറ്റിൽ വീണ കടുവയെ പിടികൂടി ഇപ്പോൾ കൂട്ടിലാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ നിന്നും എങ്ങോട്ട് കൊണ്ടുപോകുന്നു, അത്തരം വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.